അതെ, ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞല്ലോ. നമുക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലും എടുക്കണ്ടേ? ഇതൊക്കെ എന്ന് പറയണതേ നമ്മൾ ന്യൂ ഇയർ വരുമ്പോൾ മാത്രം എടുക്കേണ്ട ഒരു കാര്യമല്ല, നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും എടുക്കേണ്ട കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബ്രില്യന്റ്, നീ പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. ഓ ഐ സീ. യെസ്, യു ക്യാൻ സീ. എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ എപ്പോഴും വഴക്ക് കുറയ്ക്കണം. അത് നല്ല കാര്യമാണ്. അതിനൊരു ഐഡിയ ഉണ്ട്. എൻ്റെ ആ മൂക്കിന് താഴെ പഞ്ചായത്ത് കിണർ പോലെ വട്ടത്തിലൊരു സാധനമില്ലേ, എന്റെ വായോ? അത് അടച്ചു വെച്ചാൽ മതി, പ്രശ്നങ്ങളൊക്കെ തീർന്നു. അതിനു പകരം നീ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കുറച്ചാലും മതി. എൻ്റെ മാനേജറുണ്ട്, പുള്ളി എപ്പോഴും പറയും നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഭാര്യയുടെ മുഖത്ത് നോക്കി ഒരു മിനിറ്റ് നോക്കിയിരിക്കാം, എന്നിട്ടൊന്ന് പുഞ്ചിരിക്കുക. പുള്ളിക്ക് ബുദ്ധിയുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. പുള്ളി പറയാറുണ്ട് ഈ ഒരു മിനിറ്റ് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഈ ലോകത്തുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. നീ ഈ വർഷത്തെ പുലിക്കളിക്ക് പോകുന്നുണ്ടോ? നിന്റെ വയറ് കണ്ടിട്ട് ചോദിച്ചതാ. ന്യൂ ഇയർ ഒക്കെ അല്ലേ, ജിമ്മിലൊക്കെ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ജിമ്മിന് പോയാൽ നല്ല മാറ്റം ഉണ്ടാകൂല്ലേ? ജിമ്മാർക്ക് നല്ല മാറ്റം ഉണ്ടോ? ന്യൂ ഇയർ ആകുമ്പോ കുറയണം നിന്നെ പോലെ ഒരു മാസത്തെ ഫീസും കൊടുത്ത് 2 ദിവസം പോയിട്ട്. നീയും വേണമെങ്കിലേ ഒന്ന് ജിമ്മിന് പോക്കോ, നിനക്കും വയറൊക്കെ ചാടിയിട്ടുണ്ട്. പെണ്ണുങ്ങളാകുമ്പോ കുറച്ച് വണ്ണമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഏതോ ഒരു വണ്ണം ഇല്ലാത്ത പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. അതെ, നിങ്ങളിപ്പോ പറഞ്ഞത് ബോഡി ഷേമിങ്ങാ. ഞാനൊരു കേസ് കൊടുത്ത് അകത്ത് പോയി കിടക്കും നിങ്ങൾ. അപ്പൊ നിന്റെ പുലിക്കളിയുടെ കോമഡിക്ക് ഒരു പ്രശ്നമില്ലേ? അത് പിന്നെ ഞാനൊരു മോട്ടിവേഷന് വേണ്ടി പറഞ്ഞതല്ലേ. അതെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പേപ്പറും പേനയും എടുത്തിട്ട് ഇത് ഓരോന്ന് നമ്പർ ഇട്ട് എഴുതി വെക്കാം, എന്നിട്ട് ഓരോന്നായിട്ട് ഇതിൽ ചെറിയ ടാസ്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അത് നല്ലൊരു ഐഡിയ. ഞാൻ ഒന്ന് എഴുതാൻ തുടങ്ങട്ടെ. നീ എന്ത് ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഇപ്പൊ എഴുതി വെക്കുക, നമുക്ക് എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യാം. ഞാൻ എന്താ വെക്കണ്ടേന്ന് ആലോചിക്കുമായിരുന്നു. ന്യൂ ഇയർ ഒക്കെ അല്ലേ, ബിരിയാണി വെച്ചാലും മതി. അതല്ല, വാട്സപ്പ് സ്റ്റാറ്റസ് എന്താ വെക്കണ്ടേന്ന് ആലോചിക്കാം. ഒന്നും കിട്ടിയില്ലെങ്കിലേ വന്ദേ മാതരം എന്ന് വെക്ക്. അത് ട്രെയിനിന്റെ പേരല്ലേ? എടി അത് ഭാരത് ബന്ദ്. അത് വന്ദേ ഭാരത്. നീയേ ഒരു കാര്യം ചെയ്യും, ഈ ചിപ്സ് കുറച്ചായി കഴിക്കുക, അപ്പൊ വായടച്ച് കുറച്ചായിട്ട് ഇരിക്കുമല്ലോ. എന്നാ എടി, നമ്മൾ ആ ന്യൂ ഇയർ റെസൊല്യൂഷൻ എഴുതിയ പേപ്പർ അവിടെ. അയ്യോ, നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ ടിഷ്യൂ പേപ്പർ ആക്കി ഉപയോഗിച്ചേ.